വാഴ്ചപ്പെടുമാറാകട്ടെ. ഏവർക്കും വന്ദനം പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വിശുദ്ധ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യരും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ വചനവുമായി ഞങ്ങളായിരിക്കും അനുഗ്രഹിക്കണമേ, ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. മശിഹാൻ പോലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. വാഴ്ത്തിടും യേശുനാമം, സ്തുതിച്ചിടും യേശുനാമം, സ്വർഗ്ഗമെനിക്കു മീതെ തുറന്നിടുമ്പോൾ. വാഴ്ത്തിടും യേശുനാമം, സ്തുതിച്ചിടും യേശുനാമം, സ്വർഗ്ഗമെനിക്കു മീതെ തുറന്നിടുമ്പോൾ. സ്തോത്രഗീതയാലും ഞാൻ ആലപിക്കും യേശുവിന്, ആദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോൾ. സ്തോത്രഗീതയാലും ഞാൻ അർപ്പിക്കും യേശുവിന്, ആദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോൾ. മനുഷ്യരിലാശ്രയം ഒരിക്കലും വയ്ക്കുവാൻ വിലവരുതേ എന്നാശ്രിതവത്സല. മനുഷ്യരിലാശ്രയം ഒരിക്കലും വയ്ക്കുവാൻ ഇടവരുത്തരുതേ എന്നാശ്രിതവത്സല. കാക്കണേ നിന്റെ പാതയിൽ, കാക്കണേ നിന്റെ പാതയിൽ, എന്റെ ജീവിതകാലമെല്ലാം, എന്റെ ജീവിതകാലമെല്ലാം വാഴ്ത്തിടും യേശുനാമം, സ്തുതിച്ചിടും യേശുനാമം, സ്വർഗ്ഗമെനിക്കു മീതെ തുറന്നിടുമ്പോൾ. സ്തോത്രഗീതയാഗം ഞാൻ അർപ്പിക്കും യേശുവിന്, ആദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോൾ. സ്തോത്രഗീതയാഗം ഞാൻ അർപ്പിക്കും യേശുവിന്, ആദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർമ്മേൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ വർഗീസ് അവറുകൾ, അദ്ദേഹത്തോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായി നാം മലയാളികൾ മാത്രമല്ല, കേരളക്കരയിൽ മാത്രമല്ല, ഭാരതത്തിലാകമാനം ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിലും ഉയർന്നു പൊങ്ങുന്ന ഒരു വാക്കാണ് മഴയില്ലല്ലോ. വേനൽ കടക്കുന്നു, വേനൽ പഴ പോലും ലഭിച്ചില്ല. ജലസ്രോതസ്സുകളെല്ലാം വറ്റുന്നു, ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നു. അതുകൊണ്ട് ജലം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പവർ കട്ടും ഒക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇലക്ട്രിസിറ്റിക്ക് നിയന്ത്രണം വരുന്നു. അതിഭയങ്കരമായ ചൂട്, കാലാവസ്ഥാ വ്യതിയാനം, ഇതിനോർത്ത് മനുഷ്യൻ ഭാരപ്പെടുന്ന സമയമാണ് ഇപ്പോഴത്തെ ഈ സമയം. മത വ്യത്യാസമിന്നെ, ഭാഷാ വ്യത്യാസമിന്നെ, വിശ്വാസ നിരീശ്വര ഏതൊരാളും ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം. മഴയില്ല, മഴ നിന്നുപോയി എന്ന് പരിതപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. മഴയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയില്ലാത്തതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ എല്ലാ മനുഷ്യരുടെയും ഭാഗത്തുണ്ട്. ശാസ്ത്രലോകം മഴയില്ലാത്തതിന് കാരണം
ശാസ്ത്രത്തിലൂടെ അതിന് മറുപടി നൽകുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവരുടെ ബുദ്ധിയിൽ ഒത്തതുപോലെ മനസ്സിലാക്കിയതുപോലെ നിരൂപണങ്ങളിൽ കണ്ടെത്തുന്നത് പോലെയൊക്കെ മഴയെക്കുറിച്ച്, മഴയില്ലാത്തതിനെക്കുറിച്ച് ചൂടേറിയ സംസാരം, ഇപ്പോഴത്തെ ചൂടിനേക്കാൾ കൂടുതലായ ചൂടേറിയ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം വിശ്വാസികളുടെ അന്ധവിശ്വാസം മഴ പെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ചില ജീവജാലങ്ങൾ പ്രത്യേകമായ ശബ്ദമുണ്ടാക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത് പ്രത്യേകിച്ച് ഫ്രോഗ്, തവള. അവിടെ തവള ദൈവങ്ങളെ അല്ലെങ്കിൽ തവളകളെ പ്രസാദിപ്പിച്ചാൽ മഴ പെയ്യുമെന്നൊരു തെറ്റായ ധാരണ നമ്മുടെ ഭാരതത്തിൽ ഉടനീളമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചൂടേറിയ കാലാവസ്ഥാ സമയങ്ങളിൽ, മഴയില്ലാത്ത അനുഭവങ്ങളിൽ തവളകളെ പിടിച്ച് വിവാഹം നടത്തിച്ച് മഴ പെയ്യിക്കാൻ വൃഥാ പ്രയത്നം ചെയ്യുന്ന അന്ധവിശ്വാസികളുടെ അല്ലെങ്കിൽ ആ തരത്തിൽ വിശ്വാസമുള്ളവരുടെ വലിയൊരു കൂട്ടത്തെ കാണാൻ സാധിക്കും. സാധാരണ ഒരു മനുഷ്യ വിവാഹം പോലെ തന്നെ കൊട്ടും കുരവയും സദ്യയും ഒക്കെയായി പുതുവസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു ആചാരപ്രകാരം നടക്കുന്നതായ തവള വിവാഹം നാം പത്രദ്വാര TV കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. ആ പാവങ്ങൾ വിചാരിക്കുന്ന അങ്ങനെ ഇതാ മഴ പെയ്യുന്ന, അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലെ ഒരു സംവിധാനമായി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, അങ്ങനെ പലതുണ്ട്. വിതറിയാൽ മഴ പെയ്യുമെന്നൊരു ധാരണയുണ്ട്. ശാസ്ത്രലോകവും സമ്മതിക്കുന്നു, അങ്ങനെയുള്ളതായത് കാണുന്നു. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല. കാടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഡാമിന്റെയും കായലിന്റെയും മുകളിൽ ഔവണ്ണം മഴ ശക്തമായി പെയ്യിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആവശ്യമായ മഴ പെയ്യിക്കുവാൻ തക്കവണ്ണം ശാസ്ത്രം ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്തൊക്കെയോ ചെറുത് എവിടെയൊക്കെയോ ചെയ്യുന്നു, ഇരിക്കട്ടെ. അങ്ങനെ വിവിധമായ തരത്തിൽ മനുഷ്യൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ മഴയെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു, മഴയെക്കുറിച്ച് പ്രസംഗം നടത്തിയാൽ നന്നായിരിക്കുമെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ തന്നതുകൊണ്ടാണ് ഈ മീഡിയയിൽ മഴയെക്കുറിച്ചുള്ളതായ ഒരു സന്ദേശം നൽകുവാൻ തക്കണം ഞാൻ കർത്താവിന്റെ കൃപയെ ശരണപ്പെടുന്നു. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതര മതഗ്രന്ഥങ്ങളിൽ മഴയെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ അതിൽ പ്രതിപാദിക്കുന്നുണ്ടോ എന്നെനിക്ക് വ്യക്തമല്ല. കാരണം ഇവണ്ണം മഴയെക്കുറിച്ച് ഒന്നും കണ്ടതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിളിൽ മഴയെക്കുറിച്ച്, അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി, ശക്തമായി, ആധികാരികമായി എഴുതിയിട്ടുണ്ട്. അതിലെ ആ ഭാഗമാണ് മഴയെന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ്, തുടക്കത്തിലെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകമായ 2-ാം അധ്യായമായ 5-ാമത്തെ വാക്യം. വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകങ്ങൾ അടങ്ങിയതായ വിശുദ്ധ വേദ പുസ്തകത്തിലെ പ്രാരംഭ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. എന്നാൽ POC തുടങ്ങിയതായ മറ്റു പുസ്തകങ്ങളിൽ ഈ 66 അല്ല, ചെറുതോടെ ചേർന്ന് വേദപുസ്തകമുണ്ട്. എന്നാൽ പരക്കെ നാം ഉപയോഗിക്കുന്നതായ വിശുദ്ധ വേദപുസ്തകത്തിൽ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഈ പുസ്തകത്തിൽ ഉള്ളതായ 66 പുസ്തകങ്ങളിലെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമിയുടെ നാശത്തെക്കുറിച്ചും പറയുന്നതായ അന്നും ഇന്നും ഇനി നാളെയുള്ളതായ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിൽ മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മഴ എന്ന ഭാഗം ആദ്യമായി എഴുതിയിരിക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു:
യഹോവയെ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനും ഉണ്ടായതില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അതിന് 4 ഭാഗങ്ങൾ വായിക്കട്ടെ. യഹോവയെ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിൽ സസ്യമൊന്നും മുളച്ചിരുന്നുമില്ല. ഭൂമിയെ ദൈവം റീഓർഡർ ചെയ്യുന്നതിന് ശേഷം, അല്ലെങ്കിൽ ചെയ്യുന്നത് വരെ, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. വ്യർത്ഥമായിട്ടല്ല ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ദൈവം പാർപ്പിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ആദിമ ഭൂമി, യെശയ്യാവിന്റെ പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നത്. വ്യർത്ഥമായിട്ടല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. നാമും വെറുതെ ഒന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ടൈം പാസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യഗൗരവമില്ലാതെ ആവശ്യമില്ലാത്തതിലേക്ക് മനുഷ്യർ ഇറങ്ങാറില്ല. വിശുദ്ധ വേദപുസ്തകം യെശയ്യാവിന്റെ പുസ്തകത്തിലാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അത് സംസാരിക്കുന്നത്. 45-ാമത്തെ വാക്യം, 45-ാം അധ്യായം, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ആകാശത്ത് സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ ഭൂമിയെ ആകാശത്ത് സകലത്തെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. അതിനൊരു ക്ലാരിഫിക്കേഷനും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് നാം ഇങ്ങനെ കാണുന്നത്, അവൻ തന്നെ ദൈവം. ആ ദൈവമാണ് ഇന്നീ കാണുന്ന ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചത്. ഒരു മതം, അതുകൊണ്ട് മതങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാനവജാതിയും മാനവകുലത്തിൽ ആർക്കുമോ ഭൂമിമേൽ ഒരു അവകാശവും സ്ഥാപിക്കാനായിട്ട് കഴിയുകയില്ല. ഒരു രാജ്യത്തിന്, ഭരണാധികാരികൾക്ക്, മതങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പൊ രാഷ്ട്രീയക്കാരാണല്ലോ ഭരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ 3 പാർട്ടികളാണ് മുഖ്യമായി നിൽക്കുന്നത്. അതിൽ കോൺഗ്രസ് ആകട്ടെ, കമ്മ്യൂണിസം ആകട്ടെ, ഇപ്പോൾ BJP. ഇവരാരുമല്ല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഇവരാരുമല്ല, പക്ഷെ ദൈവമാണ്. ആ ദൈവം പറയുന്നു, ഞാൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല ദൈവം അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. പാഴായ ഒരു പരിപാടിയല്ല ദൈവം ചെയ്തത്. ടൈം പാസ്, നേരം പോക്കിന്, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്നാ ഭൂമിയെ നിർമ്മിച്ച് കളയാന്ന് പറഞ്ഞ് നിർമ്മിച്ചതല്ല, പാർപ്പിന് വേണ്ടി. ദൈവം സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവത്തിനൊരു ഇടത്താവള, ഒരു ചിഹ്ന വീടുണ്ടാക്കിയതല്ല, മറിച്ച് പാർപ്പിന് വേണ്ടി, തന്റെ കൂടെയുള്ള ദൂരസഞ്ചയത്തിന് പാർപ്പിനായി ദൈവം ഏദൻ തോട്ടത്തെ നിർമ്മിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തു. ദൈവം വെച്ചാൽ ആ ഭാഗത്തെ കുറിച്ച് അടുത്ത പ്രാവശ്യം സംസാരിച്ചു കൊള്ളാം. അപ്പൊ വ്യർത്ഥമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ഏറ്റവും ഫലഭൂഷ്ടമായി, ഫലകരമായി സൃഷ്ടിച്ച ഭൂമി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശരിയായ ട്രാൻസ്ലേഷൻ ആകാശങ്ങളും ഭൂമിയും എന്നാണ്. ഹെവൻസ് ആൻഡ് ദ എർത്ത് എന്നാണ്. ആ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായി വരുന്നു. യെശയ്യാവിന്റെ പുസ്തകം കണ്ടത് വ്യർത്ഥമായിട്ടല്ല, പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ച ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു. എന്നിട്ടോ
ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ വളരെ നീണ്ട ഒരു കാലഘട്ടമുണ്ട്. അതെത്രയാണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രമൊക്കെ 25,000 എന്നോ 25,000 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുമാകട്ടെ, ഒരുപക്ഷെ ആയിരിക്കാം. ഏതാ ഒന്നാമത്തെ ഭാഗം? ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ഒന്നാമത്തെ ഭാഗം മനുഷ്യർക്ക് ആർക്കും എണ്ണാനോ ഒക്കെ കഴിയാത്ത തരത്തിൽ ഏറ്റവും അനുഗ്രഹമായ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ആ ഭൂമി പൊടുന്നനവെ പാഴും ശൂന്യമായി തീർന്നു. ഇരുൾ വ്യാപിച്ചു, വെള്ളം ഉണ്ടായിരുന്നു. അത് അങ്ങനെയാകാൻ കാരണം, ഇരുളാകാൻ കാരണം, ഇരുളിന്റെ വ്യാപാരം അവിടെ ഉണ്ടായപ്പോൾ ഭൂമി ഇരുണ്ടുപോയി. നിങ്ങൾക്കറിയുമോ, നമ്മുടെ സിറ്റികളിൽ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. മുൻപ് കോർപ്പറേഷന്റെ വാഹനങ്ങൾ, വേസ്റ്റ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഒരു സ്ഥലത്തു നിന്നെടുത്ത് മാർക്കറ്റിൽ നിന്നും ഇതര സ്ഥലങ്ങളിൽ നിന്നെടുത്ത് ഡംപിംഗ് ഏരിയയിലേക്ക് അത് ഒരുമിച്ച് കൂട്ടിയിടുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. എത്ര ഭദ്രമായി കവചം ഉള്ളതായാലും അടച്ചു പൂട്ടിക്കൊണ്ടുപോകുന്ന വാഹനമായാലും ആ വാഹനത്തിന് പിന്നാലെ മോട്ടോർ സൈക്കിളിലോ കാറ് സഞ്ചരിക്കുമ്പോൾ ഗ്ലാസ് ഉയർത്താതോ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ ദേശത്തൂടെ അത് പോകുന്ന വാഹനം പോകുന്ന സ്ഥലത്തൂടെ എല്ലാം ദുർഗന്ധം യാത്ര ചെയ്യുന്നവർക്കും സമീപവാസികൾക്കും കടക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നൽകിക്കൊണ്ടാണ് ആ വാഹന വ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനമായാലും അത് രക്ഷ നേടാൻ ഞാൻ ചെയ്യുന്നൊരു പരിപാടി, ഒന്നുകിൽ അങ്ങനെയുള്ള വാഹനത്തെ മറികടന്ന് ഓവർടേക്ക് ചെയ്തു പോകും. അതിന് സാധ്യത കുറവാണ്. മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാഹനം സ്ലോ ചെയ്ത് റോഡിലൂടെ ഒതുക്കിയിടും, മാറ്റിയിടും. അല്പനേരം കഴിഞ്ഞ് മാത്രമേ മോട്ടോർ സൈക്കിളിൽ പോകത്തുള്ളൂ. ഇല്ലായെങ്കിൽ ആ വാഹനത്തിലെ മുഴുവൻ ദുർഗന്ധവും ശ്വസിച്ച് വേണം റോഡ് യാത്ര ചെയ്യാൻ. റോഡിന്റെ കുഴപ്പമില്ല, ആ സമയത്ത് അതിലെ പോയ ആ ഗാർബേജ് കൊണ്ടുപോയ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു അവശിഷ്ടങ്ങളൊക്കെ തുടങ്ങിയതായ സാധന സാമഗ്രികൾ കൊണ്ടുപോയ വാഹനത്തിൽ നിന്ന് ബഹിർഗമിച്ച പുറത്തേക്ക് വന്ന ആ നല്ലതല്ലാത്ത മണം അവിടെ വ്യാപരിച്ചതുകൊണ്ടാണ് ആ ദേശം, ആ സ്ഥലമെല്ലാം ദുഷിക്കുവാനിടയായിത്തീർന്നു. എന്നതുപോലെ ഭൂമി പാഴായിരുന്നില്ല, ശൂന്യമായിരുന്നില്ല, ഇരുളി വ്യാപരിച്ചിരുന്നില്ല. എന്നാൽ ഇരുളായ പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഭൂമിയിലേക്ക് നിബന്ധിച്ചപ്പോൾ, ഭൂമിയിൽ എത്തിച്ചേർന്നപ്പോൾ അതിന്റെ സ്വാധീനം കൊണ്ട് ഭൂമി പാഴായിപ്പോയി. ഭൂമി ഇരുളായി മാറി, ഭൂമി ഇരുണ്ടു, ഭൂമിയിൽ ശൂന്യത വ്യാപരിച്ചു. എന്നാൽ അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമിയെ പരിച്ഛേദം, നശിപ്പിച്ചു കളയാൻ, ഇല്ലാതെയാക്കി കളയാൻ ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇരുള ഭൂമിയിൽ വ്യാപരിച്ചത് പാഴായി ശൂന്യമായപ്പോൾ തന്നെ ആ ഭൂമിയെ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ തക്കണിടയായിത്തു. അങ്ങനെ വെള്ളം കൊണ്ട് നിറച്ചതായ ഭൂമി കാലാകാലങ്ങളിൽ അവിടെ കിടന്നു. എന്നാൽ അത് അങ്ങനെ വെള്ളം കിടന്ന് ചലനമില്ലാത്ത വെള്ളം അത് ദുഷിച്ച് പിന്നെയും ആദ്യത്തെക്കാൾ ഏറെ ദോഷമായി ഭവിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പരിവർത്തിച്ചു. ഭൂമിയിലെ വെള്ളത്തെ ഇളക്കിക്കൊണ്ടിരുന്നു. ആ വെള്ളത്തെ തിരകൾ പോലെ ഉയർത്തി വെള്ളം അനങ്ങാൻ തുടങ്ങി. നിശ്ചലമായി കിടക്കുന്ന ജലാശയങ്ങളിലെയും ഒക്കെ വെള്ളം മലിനമാകും. നമ്മൾ കുപ്പിയിലെടുത്ത് വെക്കുന്ന വെള്ളം, പൂജയിലെടുത്ത് വെക്കുന്ന വെള്ളം കുറച്ചുനാൾ അങ്ങനെ ഇരുന്നാൽ അത് മലിനമാകും.
ഉപയോഗശൂന്യമായി മാറും, ഉപയോഗയോഗ്യമല്ലാതായി മാറും. എന്നതുപോലെ ഇവിടെയും വെള്ളം ഉപയോഗശൂന്യമായി, ഉപയോഗയോഗ്യമല്ലാതെ, അല്ലെങ്കിൽ ഭൂമി നശിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലെ വെള്ളത്തിന്മേൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു, പരിവർത്തിച്ചുകൊണ്ടിരുന്നു. തൈര് ഒരു മത്ത് വെച്ച് കടയുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം നശിച്ചു പോകാതിരിക്കാൻ, ഭൂമി നിത്യമായി നശിച്ചു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം ഭൂമിയിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കാലത്തിവകങ്ങളിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ, ഭൂമിയെ സന്ദർശിക്കുവാൻ ദൈവത്തിന് തിരിഹിതമായപ്പോൾ, ദൈവം ഭൂമിയെ തല കയറി നീട്ടാൻ തുടങ്ങി. പിതാവാം ദൈവം കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു, ഭൂമിയിൽ വെളിച്ചമുണ്ടാകട്ടെ. There was light. വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഭൂമിയിൽ പ്രകാശിക്കുന്നതാണ്, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതാണ്. ഏവരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. അതെ, ആ ക്രിസ്തു വെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഭൂമിയിൽ എത്തിച്ചേർന്ന വെളിച്ചം ഭൂമിയെ പ്രകാശിപ്പിച്ചു. ഇരുള ഓടി ഒളിച്ചു, ആകെ വെളിച്ചമായി. എന്നാൽ അത് സൂര്യനിലായിരുന്നു. ആ പ്രകാശം ചന്ദ്രനിൽ നിന്നല്ല, ആ പ്രകാശം നക്ഷത്രജാലങ്ങളിൽ നിന്നല്ല ഉളവായി വന്നത്, മറിച്ച് ദൈവം, വെളിച്ചമാകുന്ന ക്രിസ്തു അവിടെ പ്രകാശിക്കുവാനിടയായി തീർന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്തോത്രം. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവം ഭൂമിയിലെ വെള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ വെളിച്ചമാകുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് വെളിച്ചമായി കടന്നു വന്നു. പ്രകാശം. അടുത്ത നാം വായിക്കുന്നത്, കാണുന്നത്, ആ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുവാൻ ഇടയായി. ഇരുളിനെ മാറ്റി പ്രകാശം വന്നു. മഴയാണ് എന്റെ വിഷയം എന്നുകൊണ്ട് ഈ ഒന്നാം വാക്യത്തിൽ അതിനൊരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം പിന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ തിരിഞ്ഞുകൊള്ളാം. അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിതായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. ഉണ്ടായിരുന്ന വെള്ളത്തെ ദൈവം 2 തട്ടിലാക്കി. മുകളിലും താഴെയുമായി ദൈവം വെള്ളത്തെ നിർത്തി. ആകാശത്തിന് മീതെ വെള്ളം, ഭൂമിക്ക് അടിയിൽ വെള്ളം. ഒരുപക്ഷെ നിങ്ങൾ എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ ആധികാരികമായി പറയുന്നു. ശാസ്ത്രലോകം ഒരു പരിധി വരെ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ മുഴുവൻ വിട്ട് തുറന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ദൈവത്തെ വിശ്വസിക്കുവാൻ കൊണ്ട് മനുഷ്യർക്കിടയാകും. അതുകൊണ്ട് പറഞ്ഞും പറയാതെയും വെളിപ്പെടുത്തിയും വെളിപ്പെടുത്താതെയും ശാസ്ത്രം, മനുഷ്യൻ കണ്ടുപിടിച്ച ശാസ്ത്രമെന്ന ആ പ്രത്യേക വിഭാഗം, ആ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്, ഭൂമിക്ക് മുകളിൽ വെള്ളമുണ്ട്, താഴെയും വെള്ളമാണ്. അവിടെ വെള്ളങ്ങൾക്ക് മധ്യേ വിധാനമുണ്ടാക്കി. ആ വിധാനത്തിന് മുകളിൽ വെള്ളം, താഴെയുള്ള വെള്ളം. വിധാനത്തിന് അവൻ ആകാശം എന്ന് പേരിട്ടു, ഭൂമിയുമായി. അടുത്ത ദിവസം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂടുതൽ സമുദ്രമെന്നും പേരിട്ടു.
ഭൂമിക്ക് അടിയിൽ വെള്ളമുണ്ട്, ഭൂമിയിൽ വെള്ളമുണ്ടായി. ഭൂമിയിലുള്ള വെള്ളത്തെ ദൈവം കൂമ്പാരമായി കൂട്ടി. ഗ്രൂപ്പ് ഓഫ് വാട്ടർ, വെള്ളമെല്ലാം കൂടെ ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയ സ്ഥലത്തിന് ദൈവം പേരിട്ടതാണ് സമുദ്രം, സീ. ഇന്നത്തെ ശാസ്ത്രലോകം പേരിട്ടതല്ല സമുദ്രമൊന്നും, ദൈവം പേരിട്ടതാണ്. ആകാശം, സ്കൈ എന്ന് പേരിട്ടത് മനുഷ്യനാരുമില്ല, ദൈവമാണ് പേരിട്ടത്. അങ്ങനെ ആകാശത്തിന് മീതെ വെള്ളം, ഭൂമിക്ക് കീഴെ വെള്ളം, ഭൂമിയിൽ വെള്ളം, സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, പുഴകൾ, തോടുകൾ, ഇവയിൽ ഒക്കെ വെള്ളമായി. ഭൂമിയുടെ അടിയിലും മുകളിലും വെള്ളമുണ്ടെങ്കിലും ഭൂമിയിലും ഏറെക്കുറെ വെള്ളമാണ്. കരയേക്കാൾ കൂടുതൽ വെള്ളമാണ്. സമുദ്രങ്ങൾ തന്നെ പലതുണ്ട്. നമ്മൾ സമുദ്രങ്ങൾക്കെല്ലാം പേരിട്ടു. ഇന്ത്യൻ മഹാസമുദ്രം, അറേബ്യൻ കടൽ, ബംഗാൾ കടൽ, ഇങ്ങനെ കടലുകൾക്കൊക്കെ നമ്മൾ പേരിട്ടു, തടാകങ്ങൾക്ക് പേരിട്ടു. അങ്ങനെ ദൈവം ഈ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടി. അതിന്റെ 11ാമത്തെ വാക്യം, 1:11 വാക്യം വായിക്കാം. സ്റ്റാർട്ട്. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും ഉണങ്ങിയ തറയ്ക്ക് ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. എന്നിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. ഗുഡ്, ദൈവം നല്ലത് കണ്ടു. പിന്നെയോ, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം ഓർഡർ ഇട്ടു, ഉണ്ടാകട്ടെ. എന്തുണ്ടാകണം? സസ്യങ്ങൾ, പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഉണ്ടാകട്ടെ. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും എന്നിട്ടോ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് നാം കാണുന്ന പ്ലാവും മാവും സകലതും ഉളവായത്. മനുഷ്യൻ പുതുതായി കണ്ടെത്തിയ ഒരു മരവും ഭൂമിയിലില്ല. പിന്നെ ഒന്നൊന്നിനോട് ചേർത്ത് വെച്ച് ചിലതൊക്കെ കണ്ടുപിടിച്ചുവെങ്കിലും ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന്മേൽ പിന്നെ ചില സൃഷ്ടിപ്പ് നടത്തുന്നില്ല. പുതുതായിട്ടൊന്നും ഒരു സസ്യവും മനുഷ്യൻ ഭൂമി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ചിലത് ഉണ്ടാക്കിയെങ്കിൽ അത് ഉണ്ടാകുവാൻ തക്കണം, ഉളവാക്കുവാൻ തക്കണം. ഉണ്ടാക്കിയെന്നല്ല, ഉളവാക്കിയെങ്കിൽ അത് ഉളവാക്കുവാൻ തക്കണം. ചിലതെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഉളവാക്കിയത്. ഒരു മേശ ഉളവാക്കണമെങ്കിൽ ഒന്നുകിൽ ഇരുമ്പ് വേണം, അല്ലെങ്കിൽ തടി വേണം, ഇല്ലെങ്കിൽ പാറ വേണം. പാറ മുറിച്ചെടുത്ത് ടേബിൾ ഉണ്ടാക്കാം, പാറ കൊണ്ട് കസേര ഉണ്ടാക്കാം. ഒന്നുമില്ലാതൊരു കസേര ഒരിക്കലും ഉണ്ടാക്കാൻ ഒക്കത്തില്ല, ഒന്നുകൊണ്ടും. അതൊക്കെ വെറും സങ്കല്പം മാത്രം. അത് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം, റാഗിംഗ് കേന്ദ്രങ്ങളിൽ മാത്രമേ സാങ്കല്പിക കസേരകളും മേശകളും കട്ടിലുകളും ഒക്കെ ഉള്ളൂ. സാങ്കല്പിക വിമാനങ്ങളൊക്കെ ഉള്ളത് റാഗിംഗ് മുറികളില്ല, ഇടിമുറികളിൽ, പോലീസ് സ്റ്റേഷനിൽ. അതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സ്ഥലത്ത് മാത്രമേ സാങ്കല്പികമായി ഇതെല്ലാം ഉള്ളൂ. അതൊന്നും യാഥാർത്ഥ്യമല്ല. സ്റ്റോപ്പ്. അങ്ങനെ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു, സസ്യലതാദികളെ സൃഷ്ടിച്ചു, അടുത്തുനിന്ന് മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാക്കിൽ ഉളവായതാണ്. എന്നാൽ അടുത്ത ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ കൈവേലയാണ് ഈ സംസാരിക്കുന്നത്. ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. മനുഷ്യന് അത്ഭുതം കൂറുമാറ് ഭയങ്കരവും അതിശയമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖം വളരെ സോഫ്റ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ പല്ലോ വളരെ ഹാർഡാണ്, കട്ടിയാണ്. അതെന്തിനാ? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരച്ച് ആമാശയത്തിക്കണമെങ്കിൽ കട്ടിയേറിയ പല്ലുകൾ ആവശ്യമാണ്. എന്നാൽ മൂക്ക് അതുപോലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, കണ്ണ് അതുപോലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് തലയോട്ടി, അതിനുള്ളിലുള്ളതായ ആ ഭാഗത്തിന് മാർദ്ദവമല്ല, അത് കട്ടിയുള്ള പ്രതലമാണ്.
എന്നാൽ നമ്മുടെ ചെവി അതുപോലല്ല. സ്തോത്രം. ദൈവം ഭയങ്കരവും അതിശയമായ ദൈവത്തിന്റെ പ്രത്യേക പ്ലാനിങ്ങിൽ, ദൈവത്തിന്റെ പ്രത്യേക കണക്കുകൂട്ടലിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓരോന്നും മനുഷ്യൻ സൃഷ്ടിച്ചതിലെല്ലാം കണക്കുകൂട്ടലുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മുന്നിൽ എനിക്ക് പ്രകാശം നൽകുന്ന ഒരു ലൈറ്റ് അസംബ്ലി യൂണിറ്റ് ഉണ്ട്. അതെന്റെ എന്റെ മുന്നിൽ അത് ഉറപ്പിച്ചിരിക്കുക. അപ്പോൾ തന്നെ എന്റെ ഭിത്തിയിൽ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ്ലൈറ്റിന്റെ സാധനം അവിടെ അതുണ്ട്. LED വലിയ ബൾബുകളുണ്ട്. ചെറിയ വാട്ട്സ് 6 വാട്ട്സ് തുടങ്ങി ഒരു പ്രദേശം മുഴുവൻ പ്രകാശം കൊടുക്കുവാൻ ഉതകുന്നതായ സിസ്റ്റംസ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വലിയ പ്രകാശം കൊടുക്കുന്നത് ഇവിടെ കൊണ്ടുവെക്കത്തില്ല, ഈ മുറിക്കകത്ത് വെക്കുക. AC അങ്ങനെ കണ്ടെത്തിയതെല്ലാനും പരിമിതികളിൽ ലിമിറ്റുകളുമുണ്ട്. ആവശ്യമനുസരിച്ചാണ് മനുഷ്യൻ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് AC 1 ടണ്ണിന്റെ 1.5 ടണ്ണിന്റെ ഉണ്ട്, അതിൽ വരുന്നുണ്ട്. ആ റൂമിന്റെ എത്രയാണോ ആവശ്യം അതനുസരിച്ചാണ്. അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അതിന്റെ രീതിയിൽ ദൈവം സൃഷ്ടിച്ചു. വെറും നിലത്തെ പൊടിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. ജീവനുള്ളപ്പോൾ, ശ്വാസമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ശ്വാസവും ജീവനും ഉള്ളപ്പോൾ എല്ലായ്പ്പോഴും ഒരിക്കലും ആയിരിക്കത്തില്ല. 56 വയസ്സ് കഴിഞ്ഞാൽ ചടുലതയും ആരോഗ്യം ബലമൊന്നും അധികം പേർക്കുമില്ല. 1000-ലോ 10,000-ലോ 1 പേര് ജിമ്മിൽ പോവുകയോ പള്ളിയിൽ ആടുകയോ ഒക്കെ ചെയ്തുമായിരിക്കും. പാരച്യൂട്ടിലൊക്കെ ചാടുന്ന ചിലരെ കണ്ടിട്ടുണ്ട് 86 വയസ്സൊക്കെ ഉണ്ടെങ്കിലും. അതുകൊണ്ട് എല്ലാവരും പ്ലെയിനെ കയറി പാരച്യൂട്ടെ ചാടുകയൊന്നുമില്ല. 5 കിലോ സാധനം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ, പിന്നല്ലേ പോകട്ടെ. ആരോഗ്യമുള്ള സമയത്ത് നമുക്കെല്ലാം ചെയ്യാൻ ഉഷാറുണ്ട്. ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുമ്പ് അവന് കഴിക്കാനുള്ള ആവശ്യമായതെല്ലാം ദൈവം ഇവിടെ ക്രമീകരിച്ചു. സസ്യങ്ങൾ, മൃഗങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടായി. എന്നാൽ ആ സമയത്ത് ദൈവം സൃഷ്ടി തുടങ്ങിയ സമയത്ത് മഴ എന്ന പ്രതിഭാസം ഭൂമിയിലേക്ക് നൽകിയിരുന്നില്ല. അതിന് കാരണം ഭൂമിയിൽ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, സസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. സസ്യങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിലും ഭൂമിയിൽ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെയാണ് വിശുദ്ധ ബൈബിളിൽ മഴ എന്ന പ്രയോഗം നമ്മൾ ആദ്യമായി കാണുന്നത്. മഴ പെയ്യിച്ചിരുന്നില്ല. അപ്പൊ മഴ പെയ്യിക്കുന്നത് ദൈവമാണ്, ശാസ്ത്രമല്ല, തവളയല്ല, വേഴാമ്പലുകളല്ല, മറ്റു മൃഗങ്ങളോ സസ്യങ്ങളോ പക്ഷി മൃഗജാതികളോ ഒന്നുമല്ല മഴ പെയ്യിക്കുന്നത്, ദൈവമാണ്. പാർട്ടിക്കാരല്ല മഴ പെയ്യിക്കുന്നത്, ശാസ്ത്രലോകമല്ല മഴ പെയ്യിക്കുന്നത്, മതങ്ങളല്ല മഴ പെയ്യിക്കുന്നത്. മതങ്ങൾക്കത് കഴിയത്തില്ല, പാർട്ടിക്കാർക്ക് അത് ഒട്ടും കഴിയത്തില്ല. സ്തോത്രം. ദൈവം മഴ പെയ്യിച്ചത്, ദൈവമാണ് മഴ പെയ്യിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കൊടിയ ചൂടിൽ മനുഷ്യർക്കാർക്കും പറ്റുകയില്ല, മതങ്ങൾക്ക് പറ്റുകയില്ല, പാർട്ടിക്കാർക്ക് പറ്റുകയില്ല, ശാസ്ത്രത്തിന് പറ്റുകയില്ല, ദൈവത്തിന് പറ്റും. ദൈവം മഴ പെയ്യിക്കുന്നവനാണ്. സ്തോത്രം. അപ്പൊ ദൈവം മഴ പെയ്യിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മഴയില്ലെങ്കിൽ ദൈവം പെയ്യിക്കുന്നതാണ് അർത്ഥം. ഇനി അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് അടുത്ത് പോകുന്നുണ്ട്. നോക്കുക, മഴ പെയ്യിച്ചിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ മഴ പെയ്യിച്ചില്ല. പിന്നെ എന്താ നടന്നിരുന്നത് അവിടെ? ആ സമയത്ത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെ നനച്ചു വന്നു. അപ്പൊ നിലം നനയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത ഭൂമിക്കാടി നിന്ന് മഞ്ഞ് മുകളിലേക്ക് വരും. ഇന്ന് നമ്മൾ കാണുന്ന മഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാ. ആകാശവും താഴേക്ക് വരുന്ന സംവിധാനമാണ് മഞ്ഞ്. ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ് പോകുന്നില്ല. നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഇല്ല. ഇനി മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ഏതായാലും കേരളത്തിലില്ല, അടിയുന്ന മഞ്ഞില്ല. അപ്പോൾ മഞ്ഞ് പൊങ്ങിയിട്ടാണ് ഭൂമിയെ നനച്ചു വന്നിരുന്നത്. ആ സംവിധാനം മനുഷ്യന്റെ 7-ാം തലമുറ വരെ അങ്ങനെ തന്നെയായിരുന്നു. 7-ാം തലമുറക്കാരനായ നോഹ,
ക്ഷമിക്കണമേ, 10ാം തലമുറക്കാർ, 7ാം തലമുറക്കാരൻ ഹാനോക്ക് ഇല്ലേ, 10ാം തലമുറക്കാരനായ നോഹയുടെ കാലം വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ആദം മുതൽ നോഹ വരെയുള്ള സമയത്ത് ഭൂമിക്ക് ആവശ്യമായ വെള്ളം നൽകിയിരുന്നത്, അല്ലെങ്കിൽ അന്ന് പാർത്തവർക്ക് ആവശ്യമായ വെള്ളം തന്നിരുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി വരികയും, അത് മാത്രമല്ല ഏദൻ തോട്ടത്തിൽ ഒരു നദിയുണ്ടായിരുന്നു. ആ നദിയുടെ പേര് പറയുന്നില്ല. എന്നാൽ ഇത് 4 ശാഖകൾ ഉണ്ടായി. ആ 4 ശാഖകൾ, അതിനെക്കുറിച്ച് പേരുകളുണ്ട്. ആ 4 ശാഖകൾ ഭൂമിയിലേക്ക് ഒഴുകി അതിൽ നിന്നുള്ള വെള്ളം ഭൂമിക്ക് ലഭിച്ചു. ജലസേചനത്തെ അവർ ഉപയോഗിച്ചു. അപ്പോഴും ഈ ഭൂമിക്ക് അടിയിൽ നിന്ന്, അതായത് ഈ 4 നദികൾ എത്താത്ത, അല്ല തോടുകൾ എത്താത്ത സ്ഥലത്തും എത്തുന്നിടത്തും അന്നുള്ള ഈ സംവിധാനം മാറിയിരുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ മഴ പെയ്യുവാനുള്ള കാരണം, വെള്ളം ഭൂമിമേൽ വരാനുള്ള കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, സ്തോത്രം, മനുഷ്യന്റെ പാപമാണ്. 6ാം അധ്യായത്തിന്റെ 3ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായം അതിന്റെ 3ാമത്തെ വാക്യം. സ്തോത്രം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളിച്ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. നോക്ക്, അവിടെ കാണുന്നത് ദൈവം പറയാണ്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യരോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം മനുഷ്യന്റെ എന്താണ് കുഴപ്പം? അവൻ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കില്ല, അവൻ ജഡം തന്നെയല്ലോ. അവൻ ജഡമാണ്, മനുഷ്യൻ ജഡമാണ്. തന്നെയല്ല, അവന്റെ കാലം 120. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ. ആദ്യത്തെ വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ ഞാൻ വാദിക്കത്തില്ല. എന്തുകൊണ്ടാ വാദിക്കാതെ? അവൻ ജഡമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ആദം തുടങ്ങിയുള്ള ആളുകളെല്ലാം വളരെ വർഷം ജീവിച്ചവരാണ്. 900-ലധികം സംവത്സരങ്ങൾ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരുണ്ട്. എന്നാൽ ദൈവം അന്ന് പറഞ്ഞിരുന്ന ആ റേഷ്യോ, ആ അനുപാതം കർത്താവ് അങ്ങ് കുറച്ചു. 900 വരെ മനുഷ്യന് ആയുസ്സുണ്ടായിരുന്നു, അതുവരെയൊക്കെ ജീവിച്ചു പലരുമെങ്കിലും കർത്താവ് കട്ട് ഷോട്ട് ചെയ്തു, അത് കുറച്ചു. ഇപ്പൊ പറയാം 120 സംവത്സരമാക്കി മനുഷ്യ ജീവിതത്തെ കുറച്ചു. ചിലരൊക്കെ അത് പിന്നെയും കവിഞ്ഞു പോയി. എങ്കിലും അതറിയാതെ ചിലര് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ഏറിയാൽ 80 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് 90ാം സങ്കീർത്തനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞതല്ല, മനുഷ്യൻ മോശ പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഏറെ 90ാം സങ്കീർത്തനം വായിക്കുന്നത്, ഏറെയായാൽ 70 സംവത്സരം, ഏറെയായാൽ അത്ര മതിയെന്ന 70 വയസ്സ് വരെ മതി. അതാണ് മനുഷ്യന്റെ സുവർണ കാലഘട്ടം. ബാല്യം, കൗമാരം, യൗവനം, പിന്നെ ചുറുചുറുക്കുള്ളതായ മധ്യവയസ്ക്, 60 കഴിയുമ്പോഴേക്കും മനുഷ്യനൊരു പരുവാകും. അതുകൊണ്ടാണ് 55 കഴിയുമ്പോഴത്തേക്ക് പെൻഷൻ പറ്റിക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ. അതിന്റെ ഊർജ്ജസ്വലത മുഴുവൻ നഷ്ടപ്പെട്ടു. കായികക്ഷമത, ബുദ്ധിയുടെ വികാസം എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 55 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്നോളാം പറയാൻ കാരണമല്ല. എങ്കിലും ആളുകൾ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 90 ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 50 സംവത്സരം. ഏറെ അത്രയാണെങ്കിൽ 80 മതി. എന്നിട്ടോ അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അപ്പോൾ വേഗം തീരുകയും. അപ്പൊ അതിന്റെ പ്രതാപം, പ്രയാസം, ദുഃഖമാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അതിന്റെ പ്രതാപമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ
ആർക്കും വേണ്ട. സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ ബാങ്കുകാർ ലോൺ കൊടുക്കുക. 60 വയസ്സ് കഴിഞ്ഞവരെ ആർക്കും ഇന്ന് വേണ്ടാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ സർക്കാരിന് അവരുടെ ടാക്സ് വേണം. ഇനി 100 വയസ്സുള്ള ആളായാലും സോപ്പ് മേടിച്ചാലും ബ്ലേഡ് മേടിച്ചാലും വസ്ത്രം മേടിച്ചാലും ഒരു പാക്കറ്റ് കപ്പലണ്ടി മുട്ടായി മേടിച്ചാലും എന്ത് മേടിച്ചാലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും ടാക്സ് കൊടുത്തേ ഉള്ളൂ. പക്ഷേ ഇതാ 90 വയസ്സായ ആളാണല്ലോ, എന്നാൽ ടാക്സ് മേടിക്കണ്ട എന്ന് ഗവൺമെന്റ് ഇല്ല. കാരണം ഒന്നും കൊടുക്കുന്നില്ല, ആനുകൂല്യമൊന്നും ഇല്ലെങ്കിലും ഈ വയസ്സിന്റെ വയസ്സിയുടെ എല്ലാം പണം സർക്കാരിന് വേണം. അത് തെറ്റായ ഒരു നടപടിയാണ് സർക്കാരെ. ആരോഗ്യമുള്ള കാലത്ത് ടാക്സ് പിരിച്ചു, ആരോഗ്യം ഇല്ലാത്ത സമയത്തും ഈ വയസ്സിന്റെ വയസ്സിയുടെയും ടാക്സ് പിരിക്കുന്നത് ഒരു ഗവൺമെന്റിനും ഭൂഷണമല്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പിന്നണികൾക്കും ആളുകൾക്കും ഒക്കെ ജീവിച്ചു പോകണമെങ്കിൽ ടാക്സ് വേണമല്ലോ. അതുകൊണ്ട് എല്ലാവരും അങ്ങ് മേടിക്കുക. പോകട്ടെ, അതല്ല എന്റെ വിഷയം. അപ്പോ ഈ മനുഷ്യന് 70-80 എന്ന് പലരും ഇന്ന് ചരമപ്രസംഗം നടത്തുന്ന സ്ഥലത്ത് അനുശോചനം അറിയിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പറയുമെങ്കിലും ക്ഷമിക്കണം, വചനം പറയുന്നത് 120 സംവത്സരം ജീവിക്കുമെന്നാണ്. ആയുസിനെ ദീർഘമാക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദീർഘായുസോട് ഞങ്ങൾക്ക് തൃപ്തി വരുത്തും, തൃപ്തിയോടുകൂടി ആയിരിക്കും. നോക്കട്ടെ. അപ്പോ മനുഷ്യന് ദുഷ്ടത വന്നതുകൊണ്ടാണ്, ഈ ദുഷ്ടതയും കൊണ്ട് അധിക നാൾ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് തമ്പുരാൻ ഈ 900 മുതലുള്ള 800-ഉം 900-ഉം ഒക്കെ മാറ്റി 120 കൊണ്ട് നിജപ്പെടുത്തുന്നത്. അപ്പോ വാദിക്കാത്ത കാര്യം എന്താ? 5-ാമത്തെ വാക്യം വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളിലെ ദോഷമുള്ളത് എപ്പോഴും. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയത് മുഴുവൻ പിശാച ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് മനുഷ്യനെ നശിപ്പിച്ചു തുടങ്ങിയ മുതൽ മനുഷ്യ ഹൃദയങ്ങളിൽ പിശാച നന്മ വസിക്കാൻ സമ്മതിക്കാതെ ദോഷം തന്നെ, ദോഷത്തിന്മേ ദോഷം. അത് നല്ലവനായാലും കെട്ടവനായാലും. അതുകൊണ്ടാണ് ഉത്തമൻ മുൾപ്പടർപ്പ് പോലാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയവിചാരങ്ങൾ ദോഷമാണ്. ഈ ദോഷം നിമിത്തം ദൈവം പറഞ്ഞതാണ് ഞാൻ മഴ പെയ്യും. 8-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം അതുപോലെ തന്നെയാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിലും യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളിച്ചെയ്തത്, തന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ അരുളിച്ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകും. മനുഷ്യന്റെ മനോനിരൂപണം എവിടെ മുതൽ ദോഷമാകും? ഒരു വയസ്സും പ്രായം ആകുമ്പോഴല്ല, കൗമാരക്കാരൻ കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് യൗവനത്തിൽ കയറി വിവാഹത്തിന് ശേഷമല്ല, ബാല്യം മുതൽ തന്നെ ചെറുപ്പത്തിലേ മനുഷ്യൻ ദോഷിയാണ്. കാരണം ആദാമ്യ വർഗത്തിന് സന്തതിയല്ലേ. അതുകൊണ്ടാണ് ദാവീദ് പ്രകാരം പറഞ്ഞത്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗ സത്യമല്ലോ എന്ന് ഇച്ഛിക്കുന്നത്. ഞാൻ ബാല്യത്തിലെ പാപത്തിലാ ഗർഭം, പാപിയാ ജനിക്കുന്നത്. അതുകൊണ്ട് ജന്മപാപമുണ്ട്. ആ ജന്മപാപം മാറണമെങ്കിൽ ചെറുതൊക്കെ ചെയ്യണമെന്ന് മനുഷ്യൻ മതങ്ങൾ പറയാറുണ്ട്. പക്ഷെ മതം ക്രിസ്തു മാർഗം പറയാറില്ല. ക്രിസ്തു മതം അത് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു മാർഗം പറയുന്നത്, യേശു കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യ ശിശുക്കൾക്കുള്ളതല്ല. ശിശുവിനെ പോലെ കൈക്കൊള്ളുന്നതിന് മാത്രമേ സ്വർഗരാജ്യം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം കണ്ടത് ബാല്യം മുതലേ മനുഷ്യൻ ദോഷം ചെയ്യുക. അണ്ണാറ കണ്ണൻ തന്നാല എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ചെറുതുപോലെ ഒക്കുന്നത് വലുതായി വരുമ്പോൾ അതുപോലെ സ്റ്റാഫ്. അങ്ങനെ വന്നതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ ദോഷം മനുഷ്യൻ ചെയ്യുന്നത് കൊണ്ട് 6-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു. ദൈവത്തിന് ദുഃഖമായി പോയി. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. മനുഷ്യനെ സൃഷ്ടിച്ച നിമിത്തം ദൈവം ദുഃഖിക്കുക.
സൗന്ദര്യം നൽകിയപ്പോൾ, ആരോഗ്യം നൽകിയപ്പോൾ, നന്മ നൽകിയപ്പോൾ, ശപിക്കപ്പെട്ട ഭൂമിയിലാണെങ്കിലും ശാപം ഉള്ളപ്പോൾ തന്നെ ഭൂമി ആഹാരപദാർത്ഥങ്ങളെ വിളയിക്കുന്നുണ്ട്. ഭൂമി സൗന്ദര്യമുള്ളവരുണ്ട്, കായിക ബലമുള്ളവരുണ്ട്. നന്മ അനുഭവിച്ചിട്ടും ശപിക്കപ്പെട്ട ഭൂമിയാണെന്ന് മറന്നുപോയി അത് ഓർക്കാതെ ദോഷമുള്ള നിരൂപണങ്ങളാൽ മനുഷ്യർ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് കോപത്തിന് ഇടയാക്കി തീർത്തതുകൊണ്ട് ദൈവം പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു. ആമേൻ. ദൈവം പറയുകയാണെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇവരെ നശിപ്പിക്കും. ഇവരെ നശിപ്പിക്കാൻ പോവുക. എങ്ങനെ നശിപ്പിക്കണ്ടേ? എങ്ങനെ നശിപ്പിക്കും? അതിനെക്കുറിച്ച് ദൈവം സ്തോത്രം സംസാരിച്ചതാണ് 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചു. 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ക്ഷമിക്കണമേ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. അതാ കാര്യം. ദൈവം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ പറഞ്ഞു ഞാൻ നശിപ്പിക്കാൻ പോവുക. എങ്ങനെ നശിപ്പിക്കുമെന്നാ? അതാണ് 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ മഴ പെയ്യിക്കാൻ പോവുക. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജലത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ ഒരു ജലപ്രളയം വരുത്താൻ പോവുകയാണ്. പിന്നെ ഭൂമിയിലുള്ളവർക്ക് നശിച്ചു പോകും. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നോഹയോട് ദൈവം പറയാണ്, സകലരും പാപം ചെയ്ത്, എല്ലാവരും എന്ന് പറയുന്നത് ചിലരെ ദൈവമുണ്ട്. അതിനകത്തൊരാളാണ് ഹാനോക്ക്. ദൈവത്തോടു കൂടെ നടന്നു, മക്കളും കുടുംബമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ. ഏറെക്കുറെ 300 വർഷത്തോളം ഒരുമിച്ച് ദൈവവുമായി സംസർഗമായി ജീവിച്ചു. ദൈവം അങ്ങ് എടുത്തു, അവിടെ കാണാതെയായി. ഭൂമിയിൽ മരിച്ച് അടക്കപ്പെടാത്ത ആദ്യത്തെ മനുഷ്യനാണ് ഹാനോക്ക്. പിന്നൊരാളാണ് ഏലിയാവ്, മോശ. ഇവര് 3 പേരെ കുറിച്ച് മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ, വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുള്ളൂ. ഇവിടെ 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് എന്ന് വെച്ചു, ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജലത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. ദൈവം നോഹയോട് പറഞ്ഞാൽ നിന്നോട് ഞാൻ നിയമം ചെയ്യും. നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ ആദ്യം മഴ പെയ്ച്ചത്. നട്ടുനനയ്ക്കാൻ മഴയുടെ ആവശ്യമില്ലായിരുന്നു. ഭൂമിക്ക് അടിയിലെ വെള്ളം മഞ്ഞ് തന്നെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ചെറിയൊരു പകർപ്പ് ഇസ്രയേൽ കണ്ടുപിടിച്ചു. അതുപോലെ പലയിടത്തും ഉണ്ട് ട്രിപ്പ് ഇറിഗേഷൻ. വൃക്ഷങ്ങളുടെ വേരിൽ മാത്രം വളം എത്തിക്കുക. ചാല് വെട്ടിത്തിരിച്ച് ലിറ്റർ കണക്കിന്, ഗ്യാലൻ കണക്കിന് വെള്ളം ഭൂമി കുടിച്ചു പോകാതെ ചെടിയുടെ വേരിൽ മാത്രം വെള്ളം എത്തിക്കുന്ന പദ്ധതി ഇസ്രയേലാണ് കണ്ടുപിടിച്ചത്. ആ ദൈവത്തിന്റെ ജനമാണ്. ദൈവമാണ് ആദ്യം ഭൂമി സ്ഥാപിച്ചത്. പിന്നെ മനുഷ്യൻ കണ്ടെത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, സകലത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. നശിപ്പിക്കാൻ ദൈവം എടുത്ത ഉപാധിയാണ്, സംവിധാനമാണ് മഴ എന്നുള്ളത്. അടുത്ത് പറഞ്ഞ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യും. 40 രാവും 40 പകലും മഴ പെയ്യും. എങ്ങനെ ഉണ്ടായിരിക്കും? ഇന്ന് അങ്ങനെ ഒരു മഴ പെയ്താൽ ഭൂമിയുടെ സ്ഥിതി എന്തുമായിരിക്കും? ഞങ്ങൾ പാർക്കുന്നത് തിരുവനന്തപുരത്താണ്, സിറ്റിയുടെ സ്ഥലമാണ്. എന്നാൽ ദ ഹാർട്ട് ഓഫ് സിറ്റി, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ഒന്നുകൂടെ ഹൃദയം എന്ന് പറയുന്നത് ആ സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട്. എന്നാൽ ഒന്നുകൂടെ ഹൃദയം തമ്പാനൂർ എന്ന സ്ഥലം. അവിടെയാണ് ബസ് സ്റ്റേഷൻ,
തിരുവനന്തപുരം ബസ് വെച്ച് വരുന്ന എല്ലാ ബസ്സും തിരുവനന്തപുരത്ത് നിൽക്കുന്നത് തമ്പാനൂരിലാണ്. തിരുവനന്തപുരം നിന്ന് ട്രെയിൻ വരുന്നത് സെൻട്രലിലേക്ക് നിർത്തുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂരാണ്. കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ സിറ്റിയല്ല, കുറച്ച് മാറിയാണ്. നേമം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അപ്പം തിരുവനന്തപുരം എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് വരുന്ന സകല വണ്ടികളും നിർത്തുന്നത് തമ്പാനൂരാണ്. ട്രെയിനും അവിടെ തന്നെ. വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് തമ്പാനൂരാണ് നിർത്തുന്നത്. ഇന്ന് ഒരു 3 മണിക്കൂർ, വേണ്ട 2 മണിക്കൂർ തുടർച്ചയായി നിർത്താത്ത മഴ പെയ്യാമെങ്കിൽ തമ്പാനൂർ വെള്ളക്കെട്ടാവും. ബോട്ടുണ്ടെങ്കിലേ അതിനെ ഓടിപ്പോയാൽ മതി. സകല യാത്രാഫലങ്ങളും താളം തെറ്റും. ട്രെയിനുകൾ പുറപ്പെടുകയില്ല, ബസ്സുകൾ ഓടുകയില്ല. കാരണം വെള്ളപ്പൊക്കമാണ്. 2 മണിക്കൂർ നിന്ന് പെയ്താൽ, അതൊരു 8 മണിക്കൂർ പെയ്താലോ, ഒരു 12 മണിക്കൂർ നിന്ന് മഴ പെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റി കാണുമോ? പ്രാന്തപ്രദേശം മുഴുവൻ മുങ്ങും. പല ഹോസ്പിറ്റലുകളും വെള്ളം കയറി മുങ്ങിപ്പോകും. തിരുവനന്തപുരത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളില്ലാത്ത എല്ലാം മുങ്ങും. ഒരു 12 മണിക്കൂർ വെള്ളം പൊങ്ങി മഴ പെയ്താൽ. ഇവിടെ 40 ദിവസം രാവും പകലും മഴ പെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 4 ദിവസം തികച്ച് മഴ കേരളത്തിൽ പെയ്താൽ കേരളം കാണുമോ? പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട. ദൈവം അത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം അതിന്മേലുണ്ട്. ദൈവത്തിന്റെ ഉറപ്പ്. ദൈവം റെയിൻബോ മഴവില്ലിനാൽ നമുക്ക് നൽകിയിട്ടുണ്ട്. സമയം ഇവിടെ അവസാനിക്കാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നന്മയ്ക്കായിട്ടല്ല ദൈവം മഴ പെയ്യിച്ചത്, നാശത്തിന് വേണ്ടി, നശിപ്പിക്കാനാണ്. നാഷണൽ പണിഷ്മെന്റ്. തൂക്കിയറുള്ളതുപോലെ, വാളുള്ളതുപോലെ, വെടിവെച്ചു കൊല്ലുന്ന പോലെ ദൈവം മാനവജാതിയുടെ മേലുള്ളൊരു നാഷണൽ പണിഷ്മെന്റ്, സർവദേശികമായ ഒരു ന്യായവിധിയായിരുന്നു മഴ എന്ന അത്ഭുത പ്രതിഭാസം. പക്ഷെ ഈ മഴ പെയ്യുമ്പോൾ തന്നെ, പെയ്യിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനൊരു പഴുതുകൂടെ ദൈവം മനുഷ്യർക്ക് നൽകിയിരുന്നു. ദൈവം നൽകിയ ആ പഴുത് മനുഷ്യർ ഉപയോഗിച്ചില്ല. എന്താ മഴയില്ലാത്തത്, മഴ പെയ്യാത്തത് എന്തുകൊണ്ട്, മഴ എന്താ എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്റെ ആമുഖം പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഇന്നത്തെ സമയം അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. മഴയെക്കുറിച്ചുള്ള സകല ചിന്തകളും ധാരണകളും ദൈവം നമുക്ക് മാറ്റി എഴുതട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദോഷമുള്ള നിരൂപണങ്ങളെ മാറ്റി ദൈവത്തോട് പ്രാർത്ഥിച്ച് മഴയായിരിക്കാം. ദൈവം ശക്തമായി മഴ പെയ്യിക്കട്ടെ. സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കൽമേറി മിനിസ്റ്ററുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുമ്പാകെ കടന്നു വരുവാൻ അങ്ങടിയാക്കിയതിനായി സ്തുതിക്കുന്നു. പിതാവേ, നേതൃത്വം ദാസൻ പ്രസീപൻ വർഗീസ് അദ്ദേഹത്തോട് എല്ലാ പ്രിയപ്പെട്ടക്കാരുടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം. കേൾവിക്കാരെ സഹായിക്കണമേ. ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ ഭാരതം ചൂടിനാൽ വെന്തുരുകുന്നു, മഴയില്ലാതെ ഭാരപ്പെടുന്നു. പല പട്ടണങ്ങളും കർത്താവേ വെള്ളമില്ലാത്തതുകൊണ്ട് അടച്ചുപൂടുന്നു. തൊഴിൽശാലകൾ അടച്ചുപൂടുന്നു. ജനങ്ങൾ പലായനം ചെയ്യുന്നു. കർത്താവേ, ജനം സത്യത്തെ ഗ്രഹിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, നന്മ, മഴയെന്ന നന്മ ഞങ്ങളുടെ കേരളം, ഭാരതം പ്രാപിക്കുവാൻ തിരുമേനി സഹായിക്കുമാറാകണമേ. സംശയദൃഷ്ടിയോടെ, കർത്താവേ, മുൻവിധിയോടെ ഇതിനു മുൻപാകെ ആരുമിരിക്കാതെ അവിടുത്തെ ശബ്ദത്തിന് കാതോർത്തതിനു മുൻപാകെ സമർപ്പിച്ച അനുഗ്രഹം പ്രാപിക്കുവാൻ തിരുമേനി കൃപയണമേ. യാതൊരു പ്രാർത്ഥനയും കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കണമേ. ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരും പ്രാർത്ഥിക്കണമേ. കഴിവുള്ളത്തോളം ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനിടയാകട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും പെശകോ സംശയമോ ശാസ്ത്രം നിരക്കാത്തതോ അല്ലെങ്കിൽ വചനത്തിന് നിരക്കാത്തതോ ഉണ്ടെങ്കിൽ നമ്പറിനകത്തുണ്ടോ അല്ലെങ്കിൽ പാസ്റ്റർ വർഗീസ് അദ്ദേഹത്തെ വിളിക്കുക.